ഹായ് ഫ്രണ്ട്സ്, എല്ലാം കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നത് നമുക്കറിയാം. ജനുവരി 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ള ആർക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയെ കുറിച്ച് എന്താണ് അതിന്റെ സിലബസ്, അതെങ്ങനെ സ്റ്റഡി പ്ലാൻ എന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നിങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിങ്ങൾ ഇരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഫിലിംസും അതുപോലെ തന്നെ മെയിൻസിന്റെ 2 സിലബസും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുൾ ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം, ഈ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ അങ്ങനെ പേര് സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ കൂടി അത് സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത് എൻക്വയറി കമ്മീഷന്റെ അടുത്ത്, അതുപോലെ സ്പെഷ്യൽ ജഡ്ജസിന്റെ ഓഫീസിൽ, PSCയിലൊക്കെയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. പ്ലസ് അസിസ്റ്റന്റ് മാത്രമല്ല, പോസ്റ്റ് ഓഡിറ്റർ തസ്തികയിലുമാണ് നിങ്ങൾ ഈ ജോലി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു പ്രൊമോഷൻ സാധ്യതകളും ഒക്കെ തന്നെയാണ്. നിങ്ങൾ ഒരു അസിസ്റ്റന്റ് ആയി കയറി അല്ലെങ്കിൽ ഒരു LD ക്ലർക്കായി കയറിയിട്ട് ഏകദേശം നിങ്ങളുടെ 18-20 വർഷത്തെ സർവീസ് കഴിഞ്ഞ ശേഷമാണ് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ തുടക്കത്തിലെ കയറി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉള്ളവർക്ക് ഒരുപാട് പേർക്ക് സ്വപ്നം കാണുന്ന, നന്നായിട്ട് പഠിച്ചാൽ കയറി പോകാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പരീക്ഷ. അപ്പൊ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് സിലബസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ആദ്യം തന്നെ അതിന്റെ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതൊരു പ്രിലിംസ്, ആദ്യം നിങ്ങളൊരു പ്രിലിംസ് എക്സാം എഴുതണം. ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമുകളെല്ലാം തന്നെ പ്രിലിംസ് എക്സാം ഉണ്ട്. അപ്പൊ ആദ്യം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രിലിംസ് എക്സാം എഴുതണം. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നിങ്ങൾ LSGI പരീക്ഷയിൽ കണ്ട പോലെ തന്നെ മെയിൻസിന് 2 പേപ്പറാണുള്ളത്. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട്. PSC ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പേപ്പർ 1, പേപ്പർ 2 എന്ന് പറയുന്നുണ്ട്. അത് ആദ്യത്തെ പബ്ലിഷ് ചെയ്തത് എന്താണ്, പ്രിലിംസിന്റെ സിലബസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. പ്രിലിംസിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഓട്ടോമാറ്റിക്കലി ഇപ്പൊ എഴുതിക്കൊണ്ട് വരുന്ന 2022 23 24 ഒക്കെ എഴുതിയ പ്രിലിംസിന്റെ ഡിഗ്രി ലെവൽ സിലബസ്, നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന സിലബസ് ആണ് പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷമാണ് മെയിൻസിന് 2 പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ പേപ്പർ ഉള്ളത്. അപ്പൊ ഇതിന്റെ ആദ്യം നിങ്ങൾ പാസ്സാവേണ്ടത് പ്രിലിംസ് ആണ്. നമുക്കറിയാം, ആദ്യം പാസ്സാവേണ്ടത് പ്രിലിംസ് ആണ്. അപ്പൊ എന്താണ് ഒരു പ്രിലിംസ് എക്സാം നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾ ആ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് വെക്കുക എന്നാണ്. അപ്പൊ ഇതിന്റെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രിലിംസ് പാസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് എത്ര കട്ട് ഓഫ് വേണം എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 4 വർഷത്തെ ഇത്തരം എക്സാമുകളുടെ കട്ട് ഓഫുകൾ ഒന്ന് എടുത്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 50 റേഞ്ചിലാണ് പ്രിലിംസിന്റെ കട്ട് ഓഫുകൾ നിൽക്കുന്നത്. അതിപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമാണ് 50-ന് മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ 2021 നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം പ്രിലിംസ് നടത്തിയപ്പോൾ അതിന്റെ കട്ട് ഓഫ് ഏകദേശം വന്നിട്ട് 47-48 മാർക്കാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ LSGയുടെ സെക്രട്ടറിയുടെ വന്നതും ഏകദേശം 48-49 കട്ട് ഓഫ് വന്നിരുന്നത്. കറക്റ്റ്. അപ്പൊ ആ ഒരു ഇതിലാണ് വന്നത്, 48-49 വന്നിരുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമാണ് അതിന്റെ കുറച്ച് മുകളിലോട്ട് പോയത്. 50-ന് മുകളിലോട്ട് പോയത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമാണ്. അത് പോസ്റ്റ് കുറവായിരുന്നു. അപ്പൊ ആ ഒരു ലെവലിലേക്ക്, അതായത് ഏകദേശം ഒരു 50 മാർക്ക് നിങ്ങൾക്ക് പ്രിലിംസിന് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഏകദേശം 50-55 മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ വളരെ സേഫായി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ പറ്റും. ഒരു 50 റേഞ്ച് നിങ്ങൾ പോകും. അപ്പൊ 50 സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 50 സെറ്റ് ചെയ്ത് 50 വേണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും 50 നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ മാക്സിമം മാർക്ക് അത് സ്കോർ ചെയ്യാൻ നോക്കുക. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ എത്രയാണ് നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്നത് എന്നൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പൊ പ്രിലിംസിന്റെ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 10 മാർക്ക് നിങ്ങൾക്ക് ഹിസ്റ്ററിയിലുണ്ട്, 5 ജോഗ്രഫി, 5 എക്കണോമിക്സ്, സിവിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്ട്, ലിറ്ററേച്ചർ, സ്പോർട്സ് 10, കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5, മാത്സ് 20, ജനറൽ ഇംഗ്ലീഷ് 20, നമ്മുടെ മലയാളം 10. അപ്പൊ ഈ ഒരു സിലബസ് നോക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും, ഏത് വിഷയമാണ് താൻ പഠിച്ചു തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡൗട്ട് അടിക്കും. പക്ഷെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, മീൻസ് PSC നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ PSCയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ ഡൗട്ട് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പഠിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ആദ്യം തന്നെ മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, MEM എന്ന് പറയുന്ന ആ സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കുക. അത് 50 മാർക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 50 മാർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിലബസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനാണ് 50 ദിവസവും എന്ത് ചെയ്യുക, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി നിങ്ങൾക്ക് 10 മാർക്ക് തരുന്നത്. നിങ്ങൾ എത്രയാണ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് മാക്സിമം റിട്ടേൺ നൽകുന്ന സബ്ജക്റ്റുകൾ പഠിക്കുക. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 50 മാർക്ക് ലഭിക്കുന്നുണ്ട്. അതിന് മാക്സിമം സമയം കൊടുക്കുക.
അതിന്റെ കൂടെ തന്നെ ഹിസ്റ്ററി 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെയുള്ള വിഷയങ്ങൾ ഹിസ്റ്ററിയും ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ആണ്. ഈ രണ്ട് വിഷയം എന്ത് ചെയ്യുക, ഈ നമ്മുടെ 10 മാർക്ക് ഉള്ളതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഹിസ്റ്ററിയിൽ തന്നെ CA ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. ഹിസ്റ്ററിയിൽ CA വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, വളരെ കുറവാണ്. പക്ഷെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിൽ CA ചോദിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, CA എന്ത് ചെയ്യുക, തീർച്ചയായും പഠിക്കും. അപ്പൊ സിലബസ് നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് വിഷയം പറഞ്ഞാലും അതിന്റെ അകത്ത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവന്റ് ടോപ്പിക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഓരോ സിലബസ് എടുക്കുമ്പോഴും അതിന്റെ കൂടെ തന്നെയാണ് CA വരുന്നത്. പക്ഷെ ഈ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിന്റെ അകത്ത് CA കൂടുതലായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി ഉൾപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സും അവിടെ കംപ്ലീറ്റ് ആവും. അപ്പൊ തന്നെ നമ്മൾ എത്ര മാർക്ക് കഴിഞ്ഞു? 50ഉം പിന്നെ 20ഉം 70 മാർക്ക് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. 70 മാർക്ക് കഴിഞ്ഞു. പിന്നെയാണ് 5 മാർക്ക്, പിന്നെ നിങ്ങൾ പഠിക്കേണ്ട 5 മാർക്ക് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എന്തുകൊണ്ടാണ് എക്കണോമിക്സ് 5 മാർക്ക് പഠിക്കേണ്ടത്? എക്കണോമിക്സ് എന്ന് വെച്ചാൽ 5 മാർക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് കുറവാണ്. പക്ഷെ അതേസമയം നിങ്ങൾ ജോഗ്രഫി 5 മാർക്ക് വേണ്ടി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി, ഈ 3 ജോഗ്രഫിയും കൂടി പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 5 മാർക്ക് കിട്ടുക. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? എക്കണോമിക്സ് 5 മാർക്കിന് പഠിച്ചു കഴിയണം. എക്കണോമിക്സ് മാത്രം പഠിച്ചു, എക്കണോമിക്സ് ഒരു ചെറിയ ടോപ്പിക്, മീൻസ് ചെറിയ ടോപ്പിക് എന്ന് വെച്ചാൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ജോഗ്രഫി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്സ് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റവിടെ ജോഗ്രഫി ഫുൾ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങൾ എക്കണോമിക്സ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ സമയം ലഭിച്ചെന്ന് വരില്ല. സോ മാക്സിമം എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷമാണ് എന്ത് വരേണ്ടത്? അതിനുശേഷം അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഈ 3 കാര്യങ്ങൾ, അതായത് എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, IT, ഈ 3 കാര്യങ്ങൾ അടുത്തതായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ആദ്യം മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പഠിക്കുക. അതിനുശേഷം ഹിസ്റ്ററി, അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷമാണ് എക്കണോമിക്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, IT എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ തന്നെ നിങ്ങൾ 70ഉം 15 85 മാർക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നോർമലായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നോർമൽ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗതിയിൽ നിങ്ങൾ ചിലപ്പോൾ ജോഗ്രഫി ഫുള്ളായിട്ട് പഠിക്കാൻ ഞാൻ പറയില്ലായിരുന്നു. പക്ഷെ ഇത്തവണ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിൽ, നമ്മുടെ മെയിൻസിന് നമുക്കറിയാം 2 മാർക്ക് 100 മാർക്കുള്ള 2 പരീക്ഷയുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പേപ്പറിൽ ജോഗ്രഫി വീണ്ടും നിങ്ങൾക്ക് അവിടെ 7 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവിടെ ഹിസ്റ്ററിയും 7 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ ഹിസ്റ്ററി ഇവിടെ 10 മാർക്കുള്ള നമ്മൾ തീർച്ചയായിട്ടും പഠിക്കുന്നുണ്ട്. അതുകൂടെ തന്നെ മെയിൻസ് പേപ്പറിൽ 7 മാർക്കിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി ഇവിടെ കംപ്ലീറ്റ് ചെയ്താൽ നഷ്ടം വരില്ല. അതുപോലെ തന്നെ ജോഗ്രഫി ഇവിടെ 5 മാർക്ക് ഉണ്ട്, അവിടെ 7 മാർക്ക് ഉണ്ട്. അപ്പം ജോഗ്രഫി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ പ്രിലിംസിന്റെ സിലബസിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതിയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോവുക, ലീസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിക്കായിരിക്കും. ലീസ്റ്റ് പ്രിഫറൻസ് സയൻസ് ആൻഡ് ടെക്നോളജിക്കും അതുപോലെ തന്നെ സിവിക്സിനും ആയിരിക്കും. നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ എന്താണ് റിട്ടേൺസ് തരാത്ത ഒരു സംഭവമാണ്. അതായത് മെയിൻസ് എഴുതാൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ റിട്ടേൺസ് തരാത്ത 2 ഐറ്റമാണ്. ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയും അതുപോലെ തന്നെ സിവിക്സും. അത് പല പല ഘട്ടങ്ങളിലായി അവിടെ ഇവിടെ ഒക്കെ വരുന്നുണ്ട് എന്നല്ലാതെ കൃത്യമായിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ വരുന്നത് പോലെ അവിടെ കൃത്യമായിട്ട് നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് പ്രിഫറൻസ് ആയി കൊടുക്കേണ്ടത് സിവിക്സും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇതിന് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നതിനെ പറ്റി ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കും വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, നമുക്ക് വരുന്ന വീഡിയോസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ മെയിൻസ്. അപ്പൊ നമ്മളെല്ലാം പ്രിലിംസ് എഴുതി, പ്രിലിംസ് എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുക. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് നിങ്ങൾ പോകുന്നത് എന്താണ്? മെയിൻസിലേക്കാണ്. മെയിൻസ് നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടത് 200 മാർക്കിനാണ്. അതായത് 100 മാർക്കിന്റെ 2 പരീക്ഷയാണ് രാവിലെയും വൈകുന്നേരവുമായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്നത്. 100 മാർക്കിന്റെ 2 പരീക്ഷ. അപ്പോൾ ഓൾറെഡി LSG സെക്രട്ടറി ഒരു എക്സാം നടന്നതുകൂടി എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാം. അതായത് ആദ്യത്തെ 100 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിലിംസിന് പഠിച്ചിരിക്കുന്ന ഏകദേശം അത്തരം സിലബസുകൾ, അത്തരം കാര്യങ്ങൾ വെച്ച് തന്നെ ആയിരിക്കും എന്ത് ആദ്യത്തെ 100 മാർക്ക് വരുന്നത്. അതായത് ഇവിടെ വരുന്നത് ഹിസ്റ്ററി എത്രയാണ്? 7 മാർക്കിനാണ്. ഇവിടെ ഹിസ്റ്ററി 7 മാർക്കിനാണ്, ജോഗ്രഫി 7 മാർക്ക്, എക്കണോമിക്സ് 7 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നമ്മളവിടെ ഇങ്ങനെ എടുത്ത് പഠിച്ചിട്ടില്ല, 7 മാർക്ക്, ഫിസിക്സ് 7 മാർക്ക്, കെമിസ്ട്രി 7 മാർക്ക്. ഇത് രണ്ടും നമ്മളവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചെറിയ രീതിയിൽ വന്നു പോകുന്നുണ്ട് എന്നല്ലാതെ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടില്ല. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ 8 മാർക്ക്, സ്പോർട്സ് 3 മാർക്ക്, കമ്പ്യൂട്ടർ 6 മാർക്ക്, മാത്സ് 15 മാർക്ക്, ഇംഗ്ലീഷ് 13 മാർക്ക്, മലയാളം 13 മാർക്ക്. അപ്പൊ കഴിഞ്ഞ പ്രിലിംസ് നമ്മൾ പറഞ്ഞു MEM, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. ഇവിടെയും നമ്മൾ അത് പഠിച്ചതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 15ഉം 26 41 മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്തു?
നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ തവണത്തെ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് അതേ ഇതാണ് 41 മാർക്ക് ഓൾറെഡി നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഹിസ്റ്ററി നിങ്ങൾ അവിടെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, കാരണം അവിടെ 10 മാർക്കായിരുന്നു. സോ 41ന്റെ കൂടെ 7 കൂടി വന്നാൽ 48 മാർക്ക് ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ കംപ്ലീറ്റ് ഉണ്ടാവുക 8ഉം 3ഉം, അതായത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചറും സ്പോർട്സും, അങ്ങനെ 11 മാർക്ക്. അപ്പൊ 48ഉം 11ഉം 59 മാർക്ക് നിങ്ങൾ പ്രിലിംസ് കഴിയുമ്പോഴേക്കും വന്നിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ 6 മാർക്ക്, 59ഉം 6ഉം 65 മാർക്ക്, 65 മാർക്ക്. പിന്നെ ഏതാണ് വരിക? നമ്മുടെ എക്കണോമിക്സ് ഓൾറെഡി ചെറിയ വ്യത്യാസങ്ങൾ സിലബസിൽ ഉണ്ട്, എങ്കിലും 7 മാർക്കിൽ ഒരു 5 മാർക്ക് കൂട്ടാം. 65ഉം 5ഉം 70 മാർക്ക്. ഓക്കെ, 70 മാർക്ക് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നു? 70ൽ ബാക്കി ലൈഫ് സയൻസ് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. ഫിസിക്സ് പഠിച്ചിട്ടില്ല, കെമിസ്ട്രി പഠിച്ചിട്ടില്ല, അങ്ങനെ 21 മാർക്ക് അത് വരുന്നുണ്ട്. അത് നമ്മൾ 21 മാർക്ക് അധികം തൊടാത്ത ഒരു ടോപ്പിക്കാണ് 21 മാർക്ക്. പിന്നെ ജോഗ്രഫി 7 മാർക്ക് നമ്മളവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു 5 മാർക്ക് മാത്രമേ ഉണ്ടാവും. നമ്മൾ 75 കൂട്ടിയാൽ മതി, ഒരു 75. അപ്പോൾ ഏകദേശം 75 മാർക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു മെയിൻസ് എഴുതാൻ വരുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ നമ്മൾ പ്രിലിംസിന് പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടത് ലൈഫ് സയൻസിനാണ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി ചോദ്യങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ വന്നിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി ചോദ്യങ്ങളൊന്നും നിങ്ങൾ എടുത്തു നോക്കുക. അപ്പൊ അതെന്ന് പറയുന്നത് +2 ലെവൽ NCERT ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി ചോദ്യങ്ങൾ പഠിക്കുക, അല്ലാതെ കൂടുതൽ ഡീപ്പിലേക്ക് അത് ഇറങ്ങി പോകണ്ട. 14 മാർക്ക് ഉണ്ട്, അത് ശരിയാണ്, പക്ഷെ നിങ്ങൾ അവിടെ എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ വളരെ കൂടുതലായിരിക്കും. ആ സിലബസ് വെച്ചിട്ട് NCERT +2 ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോയാൽ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ലീസ്റ്റ് പ്രിഫറൻസ് ഈ കേസിൽ കൊടുക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ അത് ഫിസിക്സും കെമിസ്ട്രിക്കുമാണ് കൊടുക്കേണ്ടത്. ലൈഫ് സയൻസ് നിങ്ങൾ നേരത്തെ കൊടുത്ത അതേ പ്രാധാന്യത്തോടെ പഠിക്കണം. ഇത് പഠിക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. ഈ 14 മാർക്കിൽ ഒരു 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ലഭിച്ചാൽ തന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. അങ്ങനെയാണ് എന്റെ ഒരു അഭിപ്രായം. ഈ 14ൽ 7 സ്കോർ ചെയ്യാൻ ലഭിച്ചാൽ തന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. ബാക്കി നമ്മൾ 75ഓളം മാർക്കുകൾ നമ്മൾ ഓൾറെഡി പ്രിലിംസിന് കംപ്ലീറ്റ് ചെയ്ത അതേ സിലബസിൽ അതേ സബ്ജക്റ്റിൽ വരുന്നതാണ്. അപ്പൊ ഇതാണ് പേപ്പർ 1ന്റെ സബ്ജക്ട്. ഇത് രാവിലെ ആയിരിക്കും ഇതിന്റെ എക്സാം വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ ഇനി 4 മാസം പഠിക്കാൻ പോകുന്ന അതേ കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. അതിൽ ഒരു മാറ്റമില്ല. നമ്മൾ പറഞ്ഞല്ലോ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കമ്പ്യൂട്ടർ, സ്പോർട്സ്, ആർട്സ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മീൻസ് എഴുതി പോകാൻ പറ്റും. അപ്പൊ ഇനി എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ് നമ്മുടെ മെയിൻസിന്റെ 2ാമത്തെ പേപ്പർ, മെയിൻസിന്റെ ഡീറ്റെയിൽ സിലബസിൽ തന്നിരിക്കുന്ന മെയിൻസിന്റെ പേപ്പർ 2. അപ്പോൾ PSC ഒരു അവരുടെ ആ ഒരു എക്സാം പാറ്റേൺ മാറിയ ശേഷമാണ് മെയിൻസിന് 1ഉം 2ഉം പേപ്പറുകളായിട്ട് വരുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ആ തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PSC ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ സിലബസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതിൽ തന്നെ അഡ്മിനിസ്ട്രേഷന് 10 മാർക്ക്, മാനേജ്മെന്റിന് 10 മാർക്ക്. 2 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ എന്താണ്, സ്റ്റേറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ആ 3 ഫംഗ്ഷൻസിന്റെ 3 ടയറിന്റെ ഫംഗ്ഷൻസ് എന്താണ്, കാര്യങ്ങളൊക്കെ. പിന്നെ അത് സെൻട്രൽ സ്റ്റേറ്റും റിലേഷൻസും കാര്യങ്ങളൊക്കെ, അതിന്റെ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ആ കൺകറൻസി, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, ആ ഒരു കാര്യങ്ങളും, അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ആ ഒരു മീൻസ് 2 ഗവൺമെന്റ് തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു സംഭവമാണ് മോഡ്യൂൾ 3ലും മോഡ്യൂൾ 4ലും. അടുത്തത് മോഡ്യൂൾ 5ല് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അത് കേരള എക്കണോമി എന്താണ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണ്, അത് 15 മാർക്ക്. അടുത്തത് ഒരു എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിപ്പം കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുണ്ട്. പിന്നെ ലാസ്റ്റ് കൊടുക്കുന്ന ഗവേണൻസ്. അപ്പൊ സാധാരണഗതിയിൽ ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ആദ്യം പഠിക്കാൻ പോവുക ഈ ഗവേണൻസ് ആണ്. കാരണം ഈ ഗവേണൻസ് നമ്മൾ ഒരുപാട് പരീക്ഷകൾക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായി എന്റെ പ്രിപ്പറേഷൻ, എന്റെ ഫസ്റ്റ് നോട്ടം പോവുക ഈ 10 മാർക്ക് അടിച്ചെടുക്കാനായിരിക്കും. അപ്പൊ ഈ ഒരു 10 മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് സിലബസ്, നിങ്ങൾക്ക് എവിടെ ഓൾറെഡി നിങ്ങൾ നോട്ടുകൾ പലതുണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാൻ പറ്റും. പിന്നെ ഗവൺമെന്റിന് തന്നെ പല വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കണം. അതിന്റെ പ്ലാൻസ് ഏതൊക്കെയാണ്. അപ്പൊ ഈ ഗവേണൻസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് വലിയ രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ പഠിക്കുക ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനമാണ്. നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിലിംസിലും മെയിൻസിലും 2 സ്ഥലത്തും നമ്മൾ മെയിൻസിലില്ല, പ്രിലിംസിൽ നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തതാണ്.
ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറും അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ആയിരിക്കും അടുത്തതായിട്ട് ഞാൻ ചൂസ് ചെയ്യുക. ആദ്യം ഈ ഗവേണൻസ് നോക്കും, പിന്നെ ഇത് രണ്ടും തീർക്കാൻ നോക്കും. ഇത് രണ്ടും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. കാരണം ഓൾറെഡി നമുക്ക് റിവിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും കംപ്ലീറ്റ്ലി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തീർക്കാൻ നോക്കും. പിന്നെ ഞാൻ പോകുകയെന്ന് വെച്ചാൽ പിന്നെ വരുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഇതാണ്, അതായത് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്. ഈ സാധനം എവിടുന്ന് പഠിക്കും? ഈ സാധനം നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എക്കണോമിക് റിവ്യൂവിന്റെ ബുക്സ്, എക്കണോമിക് റിവ്യൂ എന്ന് വെച്ചൊരു PDF നിങ്ങൾക്ക് ലഭിക്കും. അതായത് ബഡ്ജറ്റ് കഴിയുന്നതോടുകൂടി കേരളത്തിന്റെ എക്കണോമിക് റിവ്യൂ 2024 വർഷത്തെ സാമ്പത്തിക 2024-25 സാമ്പത്തിക വർഷത്തിന്റെ എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ ഫെബ്രുവരി കഴിയുന്നതോടുകൂടി റിലീസ് ആവും. അതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പല വെബ്സൈറ്റുകളിലും ഈ കാര്യങ്ങളൊക്കെ ഓരോ ഇത് എടുക്കുക, അതായത് സ്റ്റേറ്റ് GDP, സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എടുക്കുക, അത് എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന ആ PDF ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗവൺമെന്റ് വെബ്സൈറ്റുകൾ പോയിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ നോക്കുമ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ NES, അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഒക്കെ എന്താണ് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ ഡീറ്റെയിൽസുകൾ നിങ്ങൾ എടുക്കുക. പിന്നെ ഇതിന് ഓൾറെഡി PDF മീൻസ് നോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് ഞാൻ എൻ്റെ റിസോഴ്സസ്, അതായത് പേപ്പർ 2ന്റെ റിസോഴ്സസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF ലഭിക്കും. ഓക്കെ, കട്ട് ഓഫ് പ്ലസ് എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ നെയിം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് നോക്കും. പിന്നെ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇത് പ്ലസ് ടുവിലെ ബിസിനസ് സ്റ്റഡീസിൽ, പ്ലസ് ടുവിന്റെ ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു ടോപ്പിക്, ഒരു ചാപ്റ്ററിൽ ഞാൻ ഇതേ പേരിൽ അതിന്റെ സബ്ജക്ട് കണ്ടു, മീൻസ് ഹെഡിങ് കണ്ടു, ഇതേ ചാപ്റ്റർ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി അവർ PSC സിലബസ് സെലക്ട് ചെയ്തിരിക്കുന്നത് 12th സ്റ്റാൻഡേർഡിലെ ആ ഒരു ലെവലിൽ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതേ സാധനം, ഇതേ ചാപ്റ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നോട്ട്, ആ ഒരു നമ്മുടെ ടെസ്റ്റിന്റെ PDF എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, അത് വായിച്ചു തുടങ്ങിക്കോളുക. പിന്നെ ആ സമയമാകുമ്പോഴേക്കും നോട്ടുകൾ, പല യൂണിവേഴ്സിറ്റി നോട്ടുകളൊക്കെ നമ്മൾ BComന്റെയും MComന്റെയും MBAന്റെ ഒക്കെ കേസിൽ ഇവർ പഠിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ഓഫ് മാനേജ്മെന്റും പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ MBAന്റെ ക്ലാസ്സിലുള്ളവർ പോലും പഠിക്കുന്നുണ്ട്. സോ അവിടെ നിന്നൊക്കെ നോട്ട് കളക്ട് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് NCERTയുടെ ബിസിനസ് സ്റ്റഡീസിൽ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ അടുത്ത നിങ്ങൾക്ക് അതും അവിടുന്ന് സോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഈ സോഴ്സ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക് എടുക്കുക, ഓരോ ഇതായിട്ട് എടുക്കുക, പഠിച്ചു പോവുക. അപ്പൊ ഇതിന്റെ വലിപ്പം കണ്ടിട്ട് വിചാരിക്കേണ്ട, നിങ്ങൾ പഠിച്ചു പോകുമ്പോഴാണ് അതിന്റെ ഒരു ഈസിനെസ് മനസ്സിലാവുക. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭയങ്കര കട്ടിയോടുകൂടിയ ക്വസ്റ്റ്യൻസ് ഈ പേപ്പർ 2 ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ നമുക്ക് ലാസ്റ്റിൽ വരേണ്ടതാണ്, നമുക്ക് ഏകദേശം ഇതും അറിയാവുന്നതാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതും നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഹാൻഡ് ബുക്കുകളുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും ഹാൻഡ് ബുക്കുകളുണ്ട്. അത് രണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NDMA SDMA ആക്ടുകളും അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഇപ്പൊ വയനാട് ദുരന്തമൊക്കെ ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ 10 മാർക്ക് അതിനുണ്ട്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു വരുന്നതാണ് ഇത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് നല്ല ടേംസുകൾ ഇവിടെ ഇപ്പോൾ വന്നത്, ഗ്രീൻ ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് തുടങ്ങിയ ആദ്യമൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഏതൊക്കെയാണ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസോഴ്സ് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ താഴേക്ക് വരുമ്പോഴാണ് എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ്, ഗ്രീൻ ഓഡിറ്റിംഗ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾക്ക് ശരിക്കും വെബ്സൈറ്റ് മീൻസ് ഗൂഗിൾ ഉപയോഗിച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഈ നമ്മുടെ എൻവയോൺമെന്റിൽ വരുന്ന ഈ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, നാഷണൽ പാർക്ക് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നെറ്റിൽ നിന്ന് ഫയൽ കണ്ടെത്തി പഠിക്കാൻ പറ്റും. ഈ ചാപ്റ്ററിന്റെ ഈ ഒരു മോഡ്യൂളിന്റെ PDF എനിക്ക് ഇത് ലഭിച്ചിട്ടില്ല. നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തരം ടോപ്പിക്കുകളൊക്കെ വരുന്ന ആ ഒരു PDF കിട്ടിയാൽ അതും എന്ത് ചെയ്യാം, ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും നോക്കിക്കഴിയുമ്പോഴാണ് നമ്മുടെ പേപ്പർ 2 കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഒരു നമ്മുടെ വിശകലനത്തോടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവേണ്ടത്, ഇതൊന്നും PSC എന്തില്ല ആകാശത്തുനിന്ന് പൊട്ടിമുളക്കുന്നതല്ല ഈ സിലബസ് ഒന്നും. ഈ സിലബസ് എല്ലാം എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാം കണക്ട് ചെയ്താണ് PSC ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്ത ഒരാൾക്കറിയാം ഈ ഒരു ചെറിയ മാസം കൊണ്ട് നിങ്ങൾക്ക് 200 മാർക്കിന്റെ പേപ്പർ എന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറഞ്ഞാൽ ആ പരീക്ഷ ക്വസ്റ്റ്യൻ ഇടാൻ പോകുന്ന ആൾക്കാർക്ക് പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്
മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് മെയിൻസ് പേപ്പർ 2 വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അപ്രോച്ച് എങ്ങനെ വേണം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ടെലഗ്രാം ചാനലിൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതുവരെയുള്ള വീഡിയോസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയി ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരാം. അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇതിന്റെ ക്ലാസ്സുകളും PDF നമുക്ക് ഉടനെ ആരംഭിക്കാം. PDF ഞാൻ ഷെയർ ചെയ്ത് വെക്കുന്നുണ്ട്, സേവ് ചെയ്ത് വെച്ച ഉടനെ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിന്റെ വീഡിയോ ക്ലാസ് നമുക്ക് തരാം. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പേപ്പർ 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ആഗ്രഹിച്ച പോലെ തന്നെ സെക്രട്ടറി നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സെക്രട്ടറി പേപ്പർ 2 കുറച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടതുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. താങ്ക്